മഞ്ഞുനീരും കുളിർന്നൊരു കുഞ്ഞു കാറ്റുമുണ്ണിയേശുവും. ചെറിയൊരു പുൽത്തടത്തിൽ പിറന്നൊരു ദൈവപുത്രൻ വരുന്നൊരു തേരിലേറി രാജരാജനായി. നിനക്കായി തെളിയുന്നു വിണ്ണിൽ താരകം, നിനക്കായി വിരിയുന്നു മണ്ണിൽ മരതകം. നിലവോരാ സന്ധ്യയും ഉണരുന്ന നിദ്രയും നിറഞ്ഞൊരു നീലരാവും കൊഴിഞ്ഞൊരു മഞ്ഞുനീരും കുളർന്നൊരു കുഞ്ഞു കാറ്റുമുണ്ണിയേശുവും. ചെറിയൊരു പുൽത്തടത്തിൽ പിറന്നൊരു ദൈവപുത്രൻ വരുന്നൊരു തേരിലേറി രാജരാജനായി.
കൺമണിയെ കാണാൻ താരാട്ടു പാടാൻ താരകം ചൊല്ലിയ ദേവകുമാരനെ വാഴ്ത്താൻ അടയുന്നിതാ കാഴ്ചയുമായി മഗതായി ആനന്ദമായി വിണ്ണൂതരും മാനവരും ഒന്നായൊരു രാഗമായി ഹല്ലേലൂയ
ചാത്തി വന്നുദിച്ച ദിവ്യതാരമേ, ലോകപാപമെല്ലാം തോളിലേറ്റിടാൻ എളിമയോടെ ജാതനായ മഹിത സ്നേഹമേ, മണ്ണിൽ വന്നു ജാതനായ ദിവ്യസൂനുവേ, നന്മതൻ വിത്തുകൾ പാരിതിൽ വിതച്ചിട താഴ്ചയോടെ പുൽക്കുടിലിൽ ഉണ്ണി പിറന്നു. സ്വർഗീയ സൈന്യങ്ങളും നാഥന്റെ സ്തുതി പാടുന്നു. ഗോശാലയിൽ പൂജാരനായി രാജാധിരാജനെന്ന് ബേത്ലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി. തപ്പുതാളം മേളമോടെ വീണമീട്ടി പാട്ടുപാടാം. ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ, ശാന്തരാത്രിയിൽ പിറന്ന രാത്രിയിൽ, ശാന്തരാത്രിയിൽ പിറന്ന രാത്രിയിൽ, ശാന്തരാത്രിയിൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷവും പ്രതീക്ഷയുടെയും ഒരു ക്രിസ്മസ് കൂടി വന്നെത്തിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് കാത്തിരിക്കുന്ന ഒരു നാളാണ് ക്രിസ്മസ് നാളെന്ന് പറയുന്നത്. ഒരുപാട് ദിവസം മുമ്പേ നമ്മൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ എടുക്കും. നമ്മൾ അതിനു വേണ്ടി വീടൊരുക്കും, നമ്മുടെ നാട് മുഴുവനായി ഒരുങ്ങും, സഭയൊരുങ്ങും, കുഞ്ഞുങ്ങളും എല്ലാവരും ഒത്തുചേർന്ന് കുടുംബമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ക്രിസ്തുമസ് ആകുമ്പോൾ നമുക്കറിയാം, വഴികളിലെല്ലാം നല്ല വെളിച്ചമായിരിക്കും, ചുറ്റും ഒരുപാട് പ്രകാശമൊക്കെ നിറഞ്ഞ്, ചുറ്റും ഒരുപാട് സന്തോഷം നിറഞ്ഞ കുറച്ച് സമയങ്ങളായിരിക്കും. നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രാത്രിയാണെങ്കിലും സന്തോഷമായിട്ട് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. മുഴുവനായിട്ട് പ്രകാശം നിറഞ്ഞ കുറച്ച് ദിവസങ്ങളായിരിക്കും. അപ്പോൾ ഇരുളിനെ മാറ്റി പ്രകാശം ഒരുപാട് നമ്മൾ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു ദിവസമാണെന്ന്, നമ്മുടെ രക്ഷിതാവായ ഉണ്ണിയേശു പിറന്ന ദിവസം. നമ്മളെല്ലാവരും അറിയുന്നത് പോലെ ലോകത്തിൻ്റെ പാപങ്ങളെല്ലാം മാറ്റി നമ്മുടെ ഉണ്ണിയേശു നമ്മുടെ ഭൂമിയിൽ ജാതനായി. ഒരുപാട് തിന്മകൾ നിറഞ്ഞ ലോകത്ത് ഒരു നന്മയുടെ കണമായിട്ട്, ഒരു പാപം പോലും ചെയ്യാതെ ഏറ്റവും പരിശുദ്ധമായ ഒരു ജനനത്തോടു കൂടി ദൈവം നമ്മുടെ മുൻപിലേക്ക് തൻ്റെ പുത്രനായ ഉണ്ണിയേശുവിനെ നമുക്കായിട്ട് അയക്കുകയാണ്. അതുപോലെയാണ് നമ്മൾ നമ്മുടെ വീടുകളെ ഒരുക്കുന്നത്. ഒരുപാട് വെളിച്ചമായിട്ട്, ഈ തിന്മകളൊക്കെ മറച്ച്, എല്ലാ സന്തോഷമായിട്ട്, ഈ കൂരിരുളിനെയും അന്ധകാരത്തിനെയൊക്കെ നീക്കി ഒരു പ്രകാശം നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. ഓരോ ക്രിസ്മസിനും നമ്മളിത് കൊണ്ടുവരുന്നു, പിറ്റേ ദിവസം ഇതെല്ലാം മാറുന്നു. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ക്രിസ്മസിനപ്പുറം ഈ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ നിൽക്കാറുണ്ടോ? എപ്പോഴാണ് ദൈവത്തിൻ്റെ ആ ഒരു യാഗം പൂർണ്ണമാകുന്നത്? നമുക്ക് വേണ്ടി കർത്താവ് തൻ്റെ പുത്രനെ നമുക്കായിട്ട് അയച്ചു. ആ പുത്രൻ നമുക്കായിട്ട് സ്വയം ജീവിതം ത്യാഗം ചെയ്യാനായിട്ട്, ആ ഒരു ഉദ്ദേശത്തോടു കൂടി, ആ ഒരു ഡെസ്റ്റിനി മനസ്സിലറിയാം, എൻ്റെ ജന്മം ഇങ്ങനെയാണ് എന്നറിഞ്ഞതുകൊണ്ട് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ദൈവം അയച്ചിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ആ ഒരു ഇത് പൂർണ്ണമാകുന്നത്? എപ്പോഴാണ്? നമ്മൾ സ്വയം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷയ്ക്കായിട്ട് പിറന്നിരിക്കുന്നു. ഈ പിറവി എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വരുന്ന പിറവിയിലും നമ്മൾ ഓർക്കണം. നമുക്ക് അടുത്ത ക്രിസ്മസ് വരുമ്പോൾ ഞാൻ എടുത്ത തീരുമാനങ്ങൾ പാളിപ്പോയി എന്നുള്ളതല്ല, പകരം എല്ലാം ഞാൻ ഇന്നും അനുസരിക്കുന്നു, എൻ്റെ കർത്താവിൻ്റെ വരവ് ഏറ്റവും വിശുദ്ധമായിട്ട് വീണ്ടും എൻ്റെ ഉള്ളിൽ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയാനായിട്ട് കഴിയണം. പ്രകാശം അന്ധകാരത്തെ മാറ്റുന്നത് പോലെ എല്ലാ തിന്മകളും മാറി നന്മയും സന്തോഷവും സമാധാനവും നമ്മുടെ ഭവനങ്ങളിലേക്ക് വരണം. ക്രിസ്മസ് നാൾ എന്നതിൽ ഉപരി
കൂടുതൽ ദിവസം, കൂടുതൽ സമയം, കൂടുതൽ സമാധാനം ഇവയെല്ലാം നമ്മുടെ ഭവനത്തിലേക്ക് വരണം. അതിനായിട്ട് സന്തോഷവും സമാധാനം നിറഞ്ഞതായിട്ട് ഒരുപാട് പ്രകാശപൂരിതമായിട്ട് നമ്മുടെ ഈ ക്രിസ്മസ് മാറട്ടെ. ഒരു ഹാപ്പി ക്രിസ്മസ് ആശംസിക്കുന്നു.